പാപ്പുവ ന്യൂഗിനിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് ഹാഗനിലെ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിന് മുമ്പിലാണ്. ഈ മാർക്കറ്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് കഫേ എക്സ്പ്ലോറിങ് പാപ്പുവ ന്യൂഗിനിയ. വെൽക്കം ടു ഷെറിങ്സ് വ്ലോഗ്. ഇത് മൗണ്ട് ഹാഗനിലെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൗണ്ട് ഹാഗൻ മാർക്കറ്റിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടല്ല ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടും. ഇവർ തന്നെ കൃഷി ചെയ്യുന്നതാണ്, ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണ് ഇത്. ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും പണി കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ഭയങ്കര റിസ്ക് എടുത്താണ് ആക്ച്വലി നടക്കുന്നത്. നമ്മുടെ കൂടെ ഗൈഡുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നടക്കുന്നത്. ഒറ്റക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മളെ കൊള്ളടിക്കും. അപ്പോൾ അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നടക്കേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കഫേയാണ്. ഇംഗ്ലീഷ് കഫേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്ത് എവിടെ ഇരുന്നും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺലൈൻ വഴി വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. ഒരു പേഴ്സണൽ ട്യൂട്ടർ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവർ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഈ കോളിംഗ് ആക്ടിവിറ്റിയും സ്പീക്കിംഗ് ആക്ടിവിറ്റി പോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരാൻ വേണ്ടിയിട്ട് നമുക്ക് 24 മണിക്കൂറും ഈ ഒരു പേഴ്സണൽ ട്യൂട്ടർ നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ 2 മാസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിലെ നോളജ് അനുസരിച്ചാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് കഫേനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ തേങ്ങ 2 കിന 2.5 കിന തേങ്ങ. ഇത് മറ്റേ ഫേണെന്ന് പറയും. മറ്റേ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കുന്ന ഇലയാണ്. ക്യാബേജ് ഇരിക്കുന്നുണ്ട്, തേങ്ങയുണ്ട്. തേങ്ങക്ക് 2.5 കിനയാണ് കേട്ടോ. 1 കിന എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി 22 രൂപ വരും. ഇതൊക്കെ ഒരു ടൈപ്പ് ബീൻസ് ഉണ്ടായിരിക്കണം. ബീൻസ്, തക്കാളി, ഇത് സ്ട്രോബെറി ഒക്കെ ഇരിക്കുന്നു. സ്ട്രോബെറി, ഇത് ക്യാപ്സിക്കം, ഇത് സവാളയാണ്, മഞ്ഞ കളർ സവാള. ഇത് നമ്മുടെ ബ്രൊക്കോളി ഉണ്ട്, നാരങ്ങ ഇരിക്കുന്നു, ക്യാബേജ്, വീണ്ടും ബ്രൊക്കോളി. ഹായ്. എല്ലാവരും മേടിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മേടിക്കാൻ വന്നതല്ല, ഞാൻ കാണാൻ വന്നതാണ്. ക്യാരറ്റ് 2 കിന 44 രൂപ. 2 കിന 1 കിന എന്ന് പറയുന്നത് 22 രൂപ കേട്ടോ. എൻ്റെ മുന്നേ യെസ്. ക്യാബേജ് ഇവിടെ ഒരെണ്ണത്തിന് ഇവിടെ തൂക്കിയെന്നല്ല കൊടുക്കണമെന്ന് തോന്നണം. ഇതിരിക്കുന്ന സ്ട്രോബെറിയാണ്. ഇവിടെ ഒരു സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ. അതിനാണ് പൈസ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തൂക്കി കൊടുക്കുക 1 കിലോ 1/2 കിലോ എന്ന് പറഞ്ഞാൽ തൂക്കി കൊടുക്കണമല്ല. ഒരെണ്ണത്തിന് അല്ലെങ്കിൽ ഒരു സെറ്റായിട്ടൊരു 3 വെച്ചിട്ടുണ്ടാവും. അതിനൊക്കെയാണ് റേറ്റ്. ഇത് കുക്കുംബർ. കുക്കുംബർ. ഇതെന്താണ്, മുട്ട പൊരിച്ച് വെച്ചേക്കണം. ഓംപ്ലേറ്റ്. കപ്പലണ്ടി ക്യാബേജിൻ്റെ ഇലയിൽ ഇട്ട് വെച്ചേക്കുന്നത്. 1 കിന 22 രൂപ. ഇത് സവാള 2 കിന. ഓക്കെ. വെളുത്തുള്ളി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് നാരങ്ങ ഇരിക്കാൻ നോക്കിയാൽ നാരങ്ങ. ഇതെന്താണ്, എന്തോ ടൈപ്പ് ഇലയാണ്. തിന്നുന്നതാണ് എന്തായാലും. ഇത് ചീരയാണോ എന്ന് അറിഞ്ഞൂടാ. ഇവർ കുറേ ഇല തിന്നോട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. പഴം. ജിഞ്ചർ. ഇത് കണ്ട, ഇഞ്ചി കണ്ട, ഇഞ്ചി. ഇത് ഓറഞ്ചാണോ? ഓറഞ്ചാ. ഇത് കണ്ട, ഓറഞ്ച് ഫ്രം ഹിയർ. യെസ്. ഇവിടെ ഓറഞ്ച് ഉണ്ടാവും കേട്ടോ. കണ്ട, ഓറഞ്ച്. ഓക്കെ. ഞാൻ 2.50 തൊയ കൊടുത്ത്. 50 തൊയ എന്ന് പറയുമ്പോൾ 2.50 തൊയ എന്ന് പറയുമ്പോൾ 1 കിന. കവർ? നോ കവർ. ഓക്കെ, നോ പ്രോബ്ലം. ഞാനൊരു പഴം മേടിച്ച് 1 കിന, അതായത് 22 രൂപ. ഇത് ഇങ്ങനെയാണ്, തൂക്കിയല്ല കൊടുക്കുന്നത്, ഇങ്ങനെയാണ് കൊടുക്കണം. ഒരു സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാവും, അതാണ് കൊടുക്കണം. ഇത് പഴുക്കാത്ത തക്കാളിയാണെങ്കിൽ 1 കിന, പഴുത്താണെങ്കിൽ 2 കിനയെന്ന് തോന്നുന്നു.
അങ്ങനെ എന്ന് അറിയില്ല കേട്ടാ. ഇത് വാട്ടർ മെലോൺ. ഓ ഇത് ഇവിടുത്തെ തണ്ണിമത്തനാണ്. ഇത് കണ്ടോ ഇവിടുത്തെ തണ്ണിമത്തൻ. ഇത് വേറൊരു പ്രത്യേകത പറഞ്ഞല്ലേ, ഇവിടുത്തെ ഈ ഇരിക്കുന്ന പച്ചക്കറി എല്ലാം ഇവിടെ തന്നെ ഉണ്ടായതാ. ഓ ഇത് കണ്ടോ. യെസ്, ഇത് ഇത്രയും വലിയ വഴുതനങ്ങ കണ്ടോ സൈസ്. ഇത് വയലറ്റ് കളറിലെ ക്യാബേജ്. ഇത് പഴം, ഈ ടൈപ്പ് പഴം കണ്ട. ഇത് വെച്ചാണ് ഇവർ പഴംപൊരി ഉണ്ടാക്കുന്നത്, ഈ പഴം വെച്ചിട്ട്. ഓ നൈസ്. ക്യാപ്സിക്കം. ഈ ഇവിടെ കാണുന്ന എല്ലാം ഇവിടെ തന്നെ ലോക്കലായിട്ട് ഉണ്ടാകുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ. ഇവിടെ ഒന്നും പുറത്തുനിന്ന് വരുന്നില്ല, എല്ലാം ഇവിടുത്തെ ലോക്കൽ ഫുഡാണ്, ലോക്കലായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതാണ് ഈ വിൽക്കുന്നത്. ഇത് 50 തൊയ 2 കിന. യെസ്. പൈനാപ്പിളും ഓറഞ്ചാണ് ഫ്രൂട്ടായിട്ട് നമ്മൾ കാണുന്നത്. ആ പൈനാപ്പിൾ. ഇത് കുക്കുംബർ. ഈ ഇരിക്കുന്ന ഫാഷൻ ഫ്രൂട്ടാണ്, 2 കിന. ഇതാണ് ഫാഷൻ ഫ്രൂട്ട്. ഇതെന്ത് സാധനമെന്ന് അറിഞ്ഞൂടാ. പേരക്ക ഇരിക്കുന്നു, പേരക്ക. Which one? One piece, one kina. Okay. You have cover? കവർ ഇല്ല. ഇത് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ്. 50 കിന അല്ലെങ്കിൽ 1 കിന ഒക്കെയാണ് റേറ്റ്. ഇവിടെ മേടിക്കാന്ന് വിചാരിച്ച പ്ലാസ്റ്റിക് കവറില്ല. ഇത് 30 തൊയ കൊടുത്താൽ ഒരു കവർ കിട്ടും. 30 തൊയ. ആ ഇതാണ് 1 കിന. 1 കിനയുടെ കോയിനാണ്, തുളയൊക്കെ ഉള്ളത് കണ്ടോ. ഇത് ഒരു പീസിന് 1 കിനയാണ്. ഞാൻ ഒരെണ്ണം മേടിച്ചു. ഇതേ വാഴക്കണ്ണൊക്കെ ഇരിക്കുന്നത്. വാഴ. ബനാന. ഓ ഇത് സ്വീറ്റ് പൊട്ടറ്റോ. ഓ ഇത് വാഴക്കണ്ണല്ല, ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. അതായത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ കണ്ണ്. ഇത് തൈയാണ് കൊണ്ട് നട്ടിട്ട്, തൈയല്ല വിത്ത്, ഇത് കൊണ്ട് നട്ടിട്ടാണ് അവർ മുളപ്പിക്കണം. ഇത് കണ്ട കുറേ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കഴുകിയതും കഴുകാത്തതും. ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. ഒരു ഫാഷൻ ഫ്രൂട്ട് മേടിച്ചാലോ, പക്ഷെ വേണ്ട. ഫാഷൻ ഫ്രൂട്ട് ഇനി കത്തിയൊന്നുമില്ല മുറിക്കാനായിട്ട്. പൈനാപ്പിൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഓറഞ്ച്. ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഇവിടെ പുറത്തുനിന്നൊന്നും വന്നില്ല. സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട്. കുക്കുംബർ 1 കിന 22 രൂപ. ഇതിരിക്കുന്നത് കപ്പലണ്ടിയാണ്. ഇത് കണ്ട കപ്പലണ്ടി. ഓറഞ്ചൊക്കെ വേറെ ടൈപ്പ്. ഇത് മൊസംബിയാണോ? ഇത് നമ്മുടെ ചിങ്ങമ്പഴം പോലത്തെ പഴം. ഒരു പടല 3 കിന. ഒരു പടലയായിട്ടാണ് കൊടുക്കണം. പൈനാപ്പിൾ ചെത്തി വെച്ചത്. പൈനാപ്പിൾ ചെത്താണ്ടും മേടിക്കാം. യെസ്, ചെത്താണ്ട് മേടിച്ച 3 കിന, ചെത്തിയത് 1 കിന. അടിപൊളി. യെസ്, നമ്മുടെ കൂടെ ഈ വഴികാട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ക്യാമറയോ മൊബൈലോ ഒന്നും കാണില്ല, എല്ലാം പോയിട്ടുണ്ടാവും. കാരണം അത്ര നല്ല ഇതല്ല. ഇത് മുട്ട പൊരിച്ചിട്ട് നമ്മുടെ ഓംപ്ലേറ്റ് ഇല്ല, അതേപോലത്തെ സാധനമാണത്. മാഗിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇതേ മധുരക്കിഴങ്ങ്, വയലറ്റ് കളറിലെ മധുരക്കിഴങ്ങ്. താഴ്ത്തിരിക്കുന്നത് കപ്പ, കൊള്ളിക്കപ്പ. ഇത് നമ്മുടെ കൊടപ്പൻ. ഇത് കപ്പ 2 കിന. കപ്പയൊക്കെ ഇരിക്കണ്ട. ഇവിടെ കിഴങ്ങാണ് ഇവിടുത്തെ പ്രധാന ഫുഡ്. ഇതണ്ട താഴത്ത് മൊത്തം മറ്റേ നമ്മുടെ കപ്പയാണ്. എല്ലാവരും നമ്മളോട് അത് മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓ നൈസ്. ഹലോ ഓൾറെഡി എല്ലാവരും 2 കിനയാണ് 3 കിനയാന്നൊക്കെ പറയുന്നുണ്ട്. ഈ സൺഡേ ഈസ് ക്ലോസ്ഡ്. യെസ്, ഈ മാർക്കറ്റ് ഞായറാഴ്ച ദിവസങ്ങൾ അവധിയായിരിക്കും കേട്ടോ. തിങ്കൾ മുതൽ ശനി വരെയാണ് ഈ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് കപ്പലണ്ടി പൊളിച്ചതും പൊളിക്കാത്തതും. ഇത് കണ്ടോ, ഇത് എന്തൊക്കെ ടൈപ്പ് ഇലയാണെന്ന് ദൈവത്തിന് അറിയാം. ഇത് ഇല കുറേ തിന്നും. ഇത് മഞ്ഞ കളർ ബീൻസ്.
ഇത് മൊത്തം ഇത് വലിയ ഏരിയ ഉണ്ടാ. നമ്മൾ നടന്നാലും തീരൂല. എല്ലാ ഏരിയയിലും ഓരോരോ പച്ചക്കറിയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ കാണാം. താഴെ പച്ചക്കായ ഉണ്ടോ, പഴുക്കാത്ത പഴം. ഇത് കണ്ട വലിയ ഏരിയ. ഇതിപ്പോൾ എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ റൗണ്ട് അടിക്കണം. ഇതേ ഇവിടെ കയറല്ലല്ലോ, ഇതെന്താണ് പിഗ്. ഇതൊക്കെ ഉണ്ട്. ഇത് ഇവർ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനമാണ്. കപ്പലണ്ടി ഉണ്ട്. ചുമ്മാ മേടിച്ച് തിന്നാം. കപ്പലണ്ടി ഇപ്പോൾ ഈ ചേച്ചി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാന്റിങ്. ഇത് വിത്താണ്. ഇത് വിത്താണ്. ബീൻസ് അങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികളുടെ വിത്തുകളാണ് ഇരിക്കുന്നത്. ഈ സൈഡിൽ കണ്ട ഇതിവിടെ ചോളമൊക്കെ ഇരിപ്പുണ്ട്. ചോളം, പിന്നെ പല വിത്തുകൾ. ഇവിടെ ചോളം കാണാം. ബീൻസിൻ്റെ വിത്തൊക്കെയാണ് ഈ കാണുന്നത്. കണ്ട ഓരോൻ്റെ കുരുകളൊക്കെ ഇരിക്കണം. നോക്കി, പഴം നമ്മുടെ ചിങ്ങമ്പഴം പോലത്തെ ഒരു പഴമാണ് അത്. കണ്ട ഒരു പടല 1 കിന. ഒരു പടല തൂക്കിയല്ല കൊടുക്കണേ, ഒരു പടലയായിട്ട് കൊടുക്കണേ. എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ പപ്പായ ചെത്തി വെച്ചത്, പപ്പായ 1 കിന. ദിസ് ഇസ് 50 തോയ. ഞാനൊരു പപ്പായ മേടിച്ചേ 50 തോയ. 50 തോയ എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. നമ്മൾ 50 പൈസ എന്നൊക്കെ പറയണ പോലെ ഈ തോയ എന്ന് പറയുന്നത് പൈസയാണ്. നമ്മുടെ നാട്ടിൽ പൈസ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തോയ. 50 തോയ എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് ഇന്ത്യൻ മണി. യെസ്, വീണ്ടും പൈനാപ്പിൾ. ഇത് ചെറുതാണെങ്കിൽ 2 കിന, വലുതാണെങ്കിൽ 3 കിന. ഇത് പുകയിലയാണ്, പുകയില, സിഗരറ്റ്, ടുബാക്കോ. അതേ ഇവര് സിഗരറ്റ് അല്ല ഉപയോഗിക്കുന്നത്. ഇത് കണ്ട പുകയില. അതായത് ഇവർ ഉപയോഗിക്കുന്ന ന്യൂസ് പേപ്പർ കണ്ട, ന്യൂസ് പേപ്പറിൽ ചുരുട്ടിയിട്ടാണ് വലിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ സിഗരറ്റൊക്കെ ഇവിടെ ഭയങ്കര ചിലവല്ലേ. കണ്ട ന്യൂസ് പേപ്പറിൽ ചുരുട്ടിയിട്ട് വലിക്കുന്നു. ന്യൂസ് പേപ്പറൊക്കെ നിരത്തി വെച്ചേക്കുന്നു. അത് പുകയില ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വലിക്കുകയാണ് ചെയ്യണം. കണ്ട ബഡ്ജറ്റ് സിഗരറ്റാണ്. ന്യൂസ് പേപ്പറിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കുമല്ലോ. അപ്പം ടൊബാക്കോ. ഇതെല്ലാം ടൊബാക്കോയാണ്. ഇത് അതിൻ്റെ ഒരു ഏരിയ. ഓരോ സ്ഥലത്തും ഓരോ സെക്ഷനാണ്. ഓരോ സ്ഥലത്ത് പച്ചക്കറി, ഒരു സ്ഥലത്ത് ഫുള്ള് ടൊബാക്കോ, ഒരു സ്ഥലത്ത് കോഴി. ഇതേ കോഴിയിരിക്കും. ഈ ഏരിയ മൊത്തം കോഴിയാണ്. ഇതേണ്ട കോഴീനെ വെക്കാൻ വെച്ചേക്കുന്നു ജീവനോടെ. ഇവിടെ വെട്ടിക്കൊടുക്കില്ലെന്ന് തോന്നുന്നു. ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോണ്ടി വരും. വേണ്ട, നമ്മുടെ നാട്ടിൽ മറ്റേ കൊന്നിട്ട് വൃത്തിയാക്കി കൊടുക്കില്ല. ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മേടിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകാം. How much for one hen? Size like 30 kina. 30 kina. ഒരു കോഴിക്ക് സൈസ് അനുസരിച്ചാണ് 30 കിന, 40 കിന, 40 കിന ഒക്കെയാണ് റേറ്റ് വരുന്നത്. 30. അതിന് 30. സൈസ് അനുസരിച്ച് കോഴിക്ക് വ്യത്യാസം വരും. അപ്പോൾ എത്ര രൂപയാണ് കോഴിക്കെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ എത്ര 200 രൂപ ഉണ്ടോ, 150 എത്രയെന്ന് അറിയില്ല. ഇപ്പോഴത്തെ റേറ്റ് അറിയില്ല. ഇവിടെ ഒരു കിന എന്ന് പറയുന്നത് ഒരു 22 രൂപ വെച്ച് കൂട്ടിയാൽ കേട്ടോ. 40 കിന എന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റാണല്ലോ. ഇത് നമ്മുടെ പച്ചക്കായൊക്കെ ഇവരിത് പുഴുങ്ങിയ പോലെ തിന്നോട്ടെ പച്ചക്കായൊക്കെ. കുക്കിംഗ്. യെസ്. ഇതുണ്ട കപ്പലിൻ്റെ എങ്ങനെ നോക്കിയാൽ കപ്പലിൻ്റെ വേരിലുണ്ടാവുന്നതാണല്ലോ ഇത്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് മരത്തിലുണ്ടാവുന്നതാണ്. പക്ഷേ ഇതാണ് കപ്പലണ്ടി. അതിൻ്റെ വേരോട് കൂടിയാണ് വെച്ചേക്കണം. കണ്ടാ ഈ സൈഡിലൊക്കെ ഒരു കൊല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടാ വാഴക്കൊല, ഏത്തപ്പഴം പോലെ ഇരിക്കുന്ന വാഴക്കൊല. പൈനാപ്പിൾ ഒക്കെ കാണാം. യെസ്, അത് മേടിച്ചാ. ഇതിൻ്റെ ഒപ്പം ജിഞ്ചറും കൂടി കിട്ടോ, വിത്ത് ജിഞ്ചർ. കപ്പലണ്ടി വിത്ത് ജിഞ്ചർ. സാധാരണ രീതിയിൽ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ ഒറ്റക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളെ ആദ്യം നോട്ട് ചെയ്യും. എന്നിട്ട് കൂടെ ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊള്ളയടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരാളുള്ളത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പേടിയില്ല, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കൂടെ ഇവിടുത്തെ ലോക്കൽ ആളുണ്ടല്ലോ.
അല്ലെങ്കിൽ ഒറ്റക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഏരിയയിൽ. കാരണം ഇപ്പം തന്നെ ഞാൻ വന്നത് മൊത്തം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കൂടെ ആളുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ഇത് മൊത്തം ഇലക്കറികൾ, ക്യാരറ്റ് പല സൈസിൽ. ഇവിടെ കുറേ നമ്മുടെ കയ്യിലുള്ള പോലത്തെ ബാഗുകളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ബ്രൊക്കോളി ബാഗൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കളർഫുൾ ബാഗാണ്. ഇവർ കൈ കൊണ്ട് തുന്നുന്നതാണ്. ഇതേണ്ട, ഇത് ബാഗാണെന്ന് തോന്നുന്നു. ഇത് ബാഗാ. ഇറ്റ്സ് എ ബാഗ് ഫോർ ഹെഡ്. ഇത് ബാഗല്ലേ, ഇത് തലയിൽ വെക്കുന്ന തൊപ്പിയ. ക്യാപ്പ്, തലയിൽ വെക്കുന്ന തൊപ്പിയത്. പിന്നെ ഈ കിടക്കുന്ന സൈഡിലൊക്കെ ഉണ്ടാകും എല്ലാം. ഇത് ലേഡീസിന് പറ്റിയ ടൈപ്പ് ബാഗുകൾ ഒക്കെ കാണാം. അങ്ങനെയൊക്കെ. ഇത് ഉരുളക്കിഴങ്ങാണ് വെച്ചേക്കണണ്ട. ഉരുളക്കിഴങ്ങ്, വീണ്ടും കപ്പലണ്ടി. ഈ സൈഡിൽ കുറേ ഇലക്ട്രോണിക്സ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. കത്തി, തോക്ക്, പിള്ളേരുടെ കളിപ്പാട്ടം. ഓക്കെ. അപ്പോൾ ഇവിടെ കൊക്കക്കോളയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാണ്, തണുക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യെ മാർക്കറ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്, നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ മുടക്കാണ്, മാർക്കറ്റ് ഉണ്ടാവില്ല. വയറൊക്കെ ഉണ്ടല്ലോ. സോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹൗ മച്ച് ഫോർ 150? 2 കിന. ഒരു കൊക്കക്കോളക്ക് 1 കിന, അതായത് 22 രൂപ. ഇത് ഇവരുടെ ബസ്സാണ്. അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പല സ്ഥലത്തേക്കും പോകുന്ന ലോറി ഉണ്ട്, അതുപോലത്തെ ഇങ്ങനത്തെ ബസ്സും ഉണ്ട്. ഇതൊക്കെ ലഗേജൊക്കെ കയറ്റിയാൽ കൊണ്ടുപോകണം. അതുകൊണ്ട് കുറേ പച്ചക്കറിയും സംഭവങ്ങൾ. വില്ലേജസ്. ഇറ്റ്സ് 2 കിന 5 കിന റൈറ്റ് ടിക്കറ്റ്, ബസ് ടിക്കറ്റ്. ഓക്കെ. ഇതിനകത്ത് പോകാനായിട്ട് 5 കിന 2 കിന അങ്ങനെ പല സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. ഹലോ, ഹായ്. ഭാഗ്യം, നമ്മൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഈ മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രി ഇതാണെന്ന് തോന്നുന്നു. പിന്നെ സർവീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്ത് കാണാം. ഇവിടെ ഭയങ്കര പണിയാണ്. യെസ്, നമ്മൾ നേരെ പോകുന്നു അടുത്ത സ്ഥലത്തേക്ക്. ഇതുണ്ട് ഇവിടെ മെയിൻ എൻട്രൻസ് എന്ന് എഴുതിയേക്കുന്നു. മൗണ്ട് ഹാഗൻ മാർക്കറ്റ് വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്, ഗേറ്റ് 5. ഓക്കെ. ഇവിടെ പല ഗേറ്റുകളുണ്ട്. ഓക്കെ. ഷോപ്പ് 2, പല ഷോപ്പിന് നമ്പർ ഉണ്ട് കേട്ടോ. ഈ ഷോപ്പ് 1. അപ്പോൾ ഇതാണ് മൗണ്ട് ഹാഗനിലെ മാർക്കറ്റ്. ഇവിടെ ഒക്കെ തുപ്പി നാറ്റിച്ചിട്ടൊക്കെയാണല്ലോ മൊത്തം പ്ലാസ്റ്റിക് കവറും വേസ്റ്റും സംഭവമൊക്കെയാണ്. ഇത് നമ്മൾ കുറച്ചും കൂടി മാറിയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഞാൻ വിചാരിച്ച് 2 മധുരക്കിഴങ്ങ് മേടിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ. മധുരക്കിഴങ്ങും പിന്നെ സോസേജും മേടിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച കണ്ട ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ മൗണ്ട് ഹാഗൻ ഹൈവേ വഴി പോകാണ്ട് കുറച്ച് ഉള്ളേരിയ കൂടി വഴിയുണ്ട്. അപ്പോൾ ആ വഴിയെ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. താഴെ കാണുന്നത് മൊത്തം പൈനാപ്പിൾ കൃഷിയാണ്. കണ്ടോ, പൈനാപ്പിൾ കൃഷിയുണ്ട്. അതുപോലെ ഈ കാണുന്നതൊക്കെ ഇനി എന്തൊക്കെയോ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിലം റെഡിയാക്കി ഇട്ടേക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്നത് ഫുള്ള് ക്യാബേജാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ കൃഷിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒന്നും നമ്മൾ കഴിക്കുന്ന പോലെ വിഷമുള്ള പച്ചക്കറി നമുക്ക് കഴിക്കേണ്ടി വരില്ല. കാരണം ഇവിടെ ഓർഗാനിക്കായിട്ടാണ് എല്ലാം കൃഷി ചെയ്യുന്നത്. ഒരു തരത്തിൽ വിഷമൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇവിടുത്തെ പച്ചക്കറി മേടിച്ച് തിന്നാം, ഒരു പ്രശ്നവുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. കണ്ടോ, ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും ഫുള്ള് കൃഷിപ്പാടങ്ങളുടെ ഒരു മേളമുണ്ട്. നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവർ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വഴി സൈഡിൽ ഈ കൃഷിപ്പാടത്തിൽ നിന്ന് വിളവെടുത്തിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് അവരിൽ നിന്ന് നേരിട്ട് മേടിക്കാം. ഇത് ഈ കാണുന്ന മൊത്തം കിഴങ്ങ് കൃഷിയാണ്. ഇത് നോക്കി,
അവിടെ കൃഷിപ്പാടത്ത് പണിയെടുക്കുന്ന 2 ചേച്ചിമാർ, ഒരു ചെറിയ പയ്യനെ കാണാം. ഇവിടെ ഒരു മഞ്ഞ ചുരിദാർ എന്ന് പറയാൻ പറ്റില്ല, നൈറ്റി ഇട്ട ചേച്ചി. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കാണും. ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്. ഇത് കണ്ടോ, ഫുള്ള് കൃഷിയാണ്. ഭയങ്കര ഭംഗിയുള്ള ആകാശമുണ്ട് ഇന്ന്. അടിപൊളി, നല്ല രസമല്ലേ? ഈ മലകൾ മൊത്തം നോക്കി പച്ചപ്പാണ്, ഫുള്ള് പച്ചപ്പുള്ള രാജ്യമാണത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ദൂരെ വലിയ മലകൾ കാണുന്നുണ്ട്. ആ മലയിലെ ഒരു സൈഡിൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ കണ്ട, അവിടെ മഴയാണ്. ഇവിടെ സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നല്ല മഴയായിരിക്കും. ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. എല്ലാ ദിവസവും മഴ പെയ്യുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ രാജ്യമാണ് നമ്മുടെ പാപ്പുവ ന്യൂഗിനിയ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനത്തെ അടിപൊളി ക്ലൈമറ്റും അതുപോലെ എന്ത് സാധനങ്ങളും കൃഷി ചെയ്യാൻ പറ്റുന്ന മണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇല്ലാത്ത കൃഷിയൊന്നുമില്ല. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വേറെ കാര്യം ഉണ്ട്, അതേ നമ്മുടെ മുമ്പിൽ നേരെ കാണുന്നത് മഴയാണ്. മഴ ഇങ്ങോട്ട് വരുന്നുണ്ട്, പറഞ്ഞേ ഉള്ളൂ. കണ്ടാ, മഴ പെയ്യുന്നുണ്ട്. ഇതൊക്കെ പന്നിക്കുട്ടികൾ എന്താ, നിറച്ച് പന്നിക്കുട്ടികൾ പല കളറ്. ഇത് ഓടുന്നു, വണ്ടിക്കടി പോവും. ഇത് ഓടുന്നു നോക്കി, ആരെങ്കിലൊക്കെ വളർത്തുന്നതായിരിക്കും. ഇതെന്താ, വണ്ടി വന്നിട്ട് ഏതിലും ഓടണം അതിനെ അറിയാൻ പാടില്ല. ഓടും. വഴി കണ്ടുപിടിച്ച്. അമ്മ എവിടെ പോയാവോ? ഈ കാണുന്നത് മൊത്തം കാപ്പിയുടെ പ്ലാന്റേഷനാണ്. ഇതുണ്ട് കണ്ട, കോഫി പ്ലാന്റേഷൻ മൊത്തം. ഈ ചെടിയൊക്കെ നോക്കി, എൻ്റെ മണ്ണോ അടിപൊളി, എന്ത് വലിപ്പോലും ഇനി. ഇത് വെച്ചിട്ടാണ് അവർ വേലി ഉണ്ടാക്കണതും മേൽക്കൂര ചില വീടുകളിലൊക്കെ ചെയ്യുന്നത്. ഈ മരം വെച്ചിട്ടാണ്, മരമല്ല ഇതിൻ്റെ ഇല വെച്ചിട്ട്. ഇത് പക്ഷേ ഇത്ര സൈസാണല്ലേ, ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലായിരുന്നു, നമ്മുടെ ഇവിടുത്തെ മൗണ്ട് ഹാഗനിലെ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്റ്റേയിൽ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മൈക്കിൾ ആൻഡ് നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സൈമൺ ആൻഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കോളിങ് ഹായ് യെസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവരിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇനി ബാക്കി കാഴ്ചകൾ നമ്മുടെ ഇതായിരിക്കും, നമ്മൾ പോർട്ട് മൊറസ്ബേയിലോട്ട് പോകും. യെസ്, ഓക്കെ, സീ ഗൈസ്, സീ യു ലേറ്റർ. Safe trip and then we'll keep in touch. Yes. Okay, bye, see you. Okay, when you go back, Okay. Safe trip Yes, and see you next time. bye. See you. Bye. See you. Yes. Okay. Bye. Yes. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവർ പോയല്ലോ, അതായത് സംഭവം ഇവർ പൈസ പറ്റിക്കും, അത് കോമണാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റിനായതുകൊണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ട് പറ്റിക്കില്ല, അത് വേറെ കാര്യം. നമ്മൾ ഈ താമസിക്കുന്ന സ്റ്റേയിൽ ഏകദേശം റേറ്റ് എത്രയാണെന്ന് അറിയാമോ? 150 കിന, അതായത് 3300 രൂപ ഇന്ത്യൻ മണി. ഈ പുള്ളി എൻ്റെ അടുത്ത് ചാർജ് ചെയ്യുക എത്രയാണെന്ന് അറിയാമോ? 500 കിന, ഏകദേശം 11,000 രൂപ. അതൊരു ദിവസം. ഒന്ന് ആലോചിച്ചൊക്കെ, 4 ദിവസം എന്ന് പറയുമ്പോൾ എത്രയായി? 2,000 കിന വന്ന്. 2000 കിന എന്ന് പറയുമ്പോൾ 44,000 രൂപ. ഓക്കെ, ശരിക്കും എത്ര വരുമെന്ന് അറിയാമോ? 600 കിന വരുള്ളൂ 4 ദിവസം, അതായത് 13,000 രൂപ. എത്ര രൂപ വ്യത്യാസമുണ്ട് ഈ ഒരു സ്റ്റേയിൽ മാത്രം. പിന്നെ എൻ്റെ നിന്ന് പിന്നെ മേടിച്ചത് 1500 കിന വെച്ചിട്ട് ട്രൈബിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം 1500 കിന എന്ന് പറഞ്ഞാൽ 33,000 രൂപ. ഒരു ദിവസം 33,000 രൂപയാണ്. അങ്ങനെ 4 ദിവസം. എന്ന് ആലോചിച്ച് നോക്കി, ഈ നമ്മൾ കണ്ട ട്രൈബിന് കൊടുക്കുന്ന പൈസയൊക്കെയാണ്. ട്രൈബിനെ വിസിറ്റ് ചെയ്യാനോ അങ്ങനെ കുറേ കണങ്ങണ പരിപാടി ഒക്കെ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം, അവന് ചിലപ്പോൾ 100 കിന പോലും ചിലപ്പോൾ കൊടുക്കില്ല, മനസ്സിലായി. അവർക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് ബാക്കിയെല്ലാം പുള്ളി എടുക്കും. അത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ സംസാരിച്ചു, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ, ബാക്കി അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉടക്കാൻ നിന്ന പണി കിട്ടും. കാരണം ഇത് ഇവൻ്റെ ഏരിയയാണ്, ഇവരുടെ സ്ഥലമാണ്. ഉടക്കാൻ എന്താ സംഭവിക്കാമെന്ന് അറിയാമോ? ഇവിടെ കള്ളം കയറും, എൻ്റെ കൊള്ളടിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല, ഇവരുടെ ആൾ തന്നെയായിരിക്കും പറഞ്ഞു വിടുക. ഇവർ ഡയറക്റ്റ് വരില്ല, ഇവനെ ആളെ പറഞ്ഞു വിടും. ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുമെന്നല്ല, കോമൺ ആയിട്ട് ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്, ഇവർ ആളെ പറഞ്ഞിടും. എന്നിട്ട് നമ്മുടെ സാധനങ്ങൾ മൊത്തം കൊള്ളയടിക്കും. നമ്മുടെ പാസ്പോർട്ട് അടക്കം പോകും. എന്നാൽ ആ പാസ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം.
അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ അവസാനത്തേക്ക് വെച്ചതും. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ നൈസായിട്ട് കയറി ഫ്ലൈറ്റ് കയറി പോകും. ഇനി അതുവരെ എന്തൊക്കെ സംഭവിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ നമ്മൾ ഉടക്കിയില്ല, മീൻസ് നമ്മൾ നൈസായിട്ട് ഡീൽ ചെയ്ത് ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഡീൽ ചെയ്തു. ഈ റേറ്റ് ഇവിടെ കാര്യം പറഞ്ഞു, ഇവിടെ 150 ഉള്ളല്ലോ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് കൂടുതൽ ചാർജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും, നമുക്കേ കണക്ക് കൂട്ടിയിരുന്ന മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങനെ ആ രീതിക്ക് വിട്ട് അങ്ങനെ കുറേ കണക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ശരി ഓക്കെ ഇപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ അവസാനം ചോദിച്ച് ഡ്രൈവറിന് ഒരു 200 കിലോ കൊടുക്കണം, അവർ എക്സ്ട്രാ ഫ്യൂൽ അടിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ഇവൻ ആക്ച്വലി ചാർജ് ചെയ്തേക്കണം 5 ദിവസത്തെ പൈസ എൻ്റെ അടുത്ത്, നമ്മൾ 3 ദിവസമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതും എക്സ്ട്രയാണ്, 1000 കിലോ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും കൂടുതലാണ്. എന്നിട്ടും കാശ് നമ്മുടെ നിന്ന് എങ്ങനെയൊക്കെ പിരിക്കാൻ പറ്റുമോ അതൊക്കെ നോക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മുടെ കൊള്ളയടിക്കുക അങ്ങനത്തെ സംഭവങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക അങ്ങനത്തെ ഇഷ്യൂ വന്നാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉടക്കി സംസാരിക്കാത്തത്. അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നടന്നത്. നമുക്ക് ഗൈഡ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ പരിപാടി നടക്കില്ല ഇവിടെ. കാരണം ഒറ്റയ്ക്ക് അതുപോലത്തെ മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹാഗൻ മാർക്കറ്റ് ഒട്ടും സേഫല്ല. കാരണം നമ്മൾ ഇറങ്ങി നടന്നാൽ നമ്മൾ കളസം വരെ അടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ടീമുകളാണ് ഇവരെ. പൊതുവേ ഇങ്ങനെ കള്ളന്മാരെന്താ പറയണമെന്ന് അറിയാമോ? നമ്മുടെ അച്ഛന്മാരടക്കം റാസ്കൽസ് എന്നാണ്. ആരുമില്ലല്ലോ ഇവിടെ. റാസ്കൽസ് ഉണ്ടെന്നാണ് പറയണത് പൊതുവേ. അപ്പോൾ ഇവന്മാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കൊള്ളയടിക്കുക, നമ്മുടെ സാധനങ്ങൾ മൊത്തം അടിച്ചുകൊണ്ട് പോവാം. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ബിഷപ്പിൻ്റെ വണ്ടിയിൽ ബാഗ് അടിച്ചുകൊണ്ട് പോയി. ബിഷപ്പ് ഏതോ കടയിൽ കയറാൻ വേണ്ടിയിട്ട് എന്തോ വണ്ടി വെച്ചിട്ട് പോയതാണ്. ഡോറ് തുറന്നിട്ട് എടുത്തുണ്ട്. എങ്ങനെ ഡോറ് തുറന്നെന്ന് ദൈവത്തിന് അറിയാം. ആ ബാഗിൽ അച്ഛൻ്റെ ബിഷപ്പിൻ്റെ ATM കാർഡ് ഒക്കെ ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ലാപ്ടോപ്പ് പോയി. ഏറ്റവും വലിയ വള്ളി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ATM കാർഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു എന്നാണ് ബാങ്കുകാർ പറഞ്ഞത്. പക്ഷേ ആ ATM കാർഡിൽ നിന്ന് അന്നേ ദിവസം തന്നെ 2000 കിന വലിച്ചു ക്യാഷായിട്ട് ATMിൽ നിന്ന്. മാക്സിമം വലിക്കാൻ പറ്റുന്ന 2000 കിനയാണ്. 2000 കിന എന്ന് പറയുമ്പോൾ എത്ര രൂപ വരുമെന്ന് അറിയോ? 44,000 രൂപ ഇന്ത്യൻ മണി. 2000 കിന. അതുകൂടാണ്ട് അതിനകത്ത് എന്തോ 5000 കിനോ എന്തോ സംതിങ് ഉണ്ടായിരുന്നു. ബാക്കി സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്, അതിൻ്റെ പിൻ നമ്പർ എങ്ങനെ ഇവർക്ക് കിട്ടി? പിൻ നമ്പർ അപ്പോൾ ബിഷപ്പ് അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല, ഒന്നിലും എഴുതി വെച്ചിട്ടില്ല, ഒരു പരിപാടിയില്ല. ആ കാർഡ് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ് എന്ന് പണ്ടപ്പോഴോ ബാങ്കുകാർ പറഞ്ഞ ആ കാർഡിൽ നിന്നാണ് പൈസ മൊത്തം പോയത്. അപ്പോൾ സാധനങ്ങൾ മേടിക്കുകയും ഒക്കെ ചെയ്തു. ഇതെങ്ങനെ അപ്പോൾ എന്നാലോചിച്ചേക്കും, ഇവിടെ ബാങ്ക് പോലും സേഫ് അല്ല. ബാങ്കിൽ ചിലപ്പോൾ ഇവരുടെ ആൾക്കാരുണ്ടാവും, ടൈപ്പ് കാണുമായിരിക്കും അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാരും നമ്മുടെ കൂടെ നിൽക്കില്ല. ഇപ്പം നമ്മുടെ കൂടെ കുറേ പേര് അറിയാവുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഒപ്പം നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയും എന്നാൽ അവനറിയാം ഇത് ആരാ എടുത്തുകൊണ്ട് പോയത്, അവൻ ആരുടെ ഈ സാധനങ്ങളുണ്ട് എന്നറിയാമെങ്കിലും അവർ നമ്മുടെ അടുത്ത് പറയില്ല. മനസ്സിലായി? ഇവരെല്ലാവരും ടൈപ്പായിരിക്കും. മനസ്സിലായി? ചിലപ്പോൾ അവന് ഷെയറും കിട്ടും. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതുകൊണ്ടാണ് ഈ സിറ്റി ഒന്നും അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു രാജ്യത്താണ് നമ്മളിങ്ങനെ ഒറ്റക്ക് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓണർ എൻ്റെ അടുത്ത വലിയ നല്ല കമ്പനിയാണ്. പുള്ളിയാണ് പറഞ്ഞത് 150 ഉള്ളൂ ഇവിടുത്തെ റേറ്റ് എന്ന് പറയും. അതുമാത്രമല്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്ന കേസ്. ആക്ച്വലി വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു ഗൈഡിനെ ഹയർ ചെയ്യുമ്പോൾ അവൻ പറ്റിക്കലാണ്. ഇവിടുത്തെ അത് കോമൺ സംഭവമുണ്ട്. അതായത് ഒരാളിൽ നിന്ന് എങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കാം എന്നുള്ളത് ഇവരുടെ ബ്ലഡിലുള്ളതാണെന്നാണ് പറയണത്. അപ്പം അത് നമുക്ക് ഉപദ്രവമില്ലാതിരുന്നാൽ മതിയായിരുന്നു. വേറെ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാമെന്ന് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി മോർണിംഗ് പോകും. നമ്മുടെ ഈ സ്റ്റേയിലെ ചേട്ടനാണ്. ഐ ഇൻട്രൊഡ്യൂസ് യു. ഇത് മൈക്കിള്. ഇത് നമ്മുടെ ഓസ്ട്രിച്ച് എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസ്. യെസ്, ഓസ്ട്രിച്ച് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന മൗണ്ട് ഹാഗൻ. ദിസ് ഈസ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? കോമൺ. അപ്പോൾ മൗണ്ട് ഹാഗൻ സിറ്റിയുടെ ടൗണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ കോൺ എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത് എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് 5 കിലോമീറ്റേഴ്സ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ, ഇവിടെയാണ് ഓസ്ട്രിച്ച് ഗസ്റ്റ് ഹൗസ്. അവിടെയാണ് നമ്മൾ താമസിച്ചത്. 4 days ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഓണറായിട്ടൊക്കെ കുറേയേറെ സംസാരിച്ചായിരുന്നു. ഇവിടുത്തെ ഓണർ നൈസാണ്, പുള്ളി അടിപൊളിയാണ്. പുള്ളിക്ക് കുറേ ഗസ്റ്റ് ഇവിടെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഡിന്നർ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ പരിപാടി. ഇവർക്ക് വണ്ടിയുണ്ട്. ഈ വണ്ടിയിൽ നമ്മളെ റെസ്റ്റോറൻറ്റിലോട്ട് ആക്കി തരും. ഫ്രീ ആണ്, അതിന് പൈസയൊന്നുമില്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്.
അതുപോലെ ഇപ്പോൾ എയർപോർട്ടിലോട്ട് പിക്കപ്പും ഡ്രോപ്പും എല്ലാം ഉണ്ട്, ഫ്രീ ആണ്. ഇവിടെ താമസിച്ച് ജസ്റ്റ് ഇവിടെ റൂം എടുത്താൽ മാത്രം മതി. അതൊക്കെ നല്ല കാര്യം. അതിപ്പോൾ ഗസ്റ്റിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. രാത്രി എനിക്കൊരു പേടി, രാത്രി കള്ളം കയറുമെന്ന് ഡൗട്ടില്ലാതില്ല. മറ്റവൻ കാശ് കൊടുക്കാണ്ട് വിട്ടോണ്ട് എനിക്കറിയത്തില്ല കേട്ടോ എന്താ സംഭവിക്കുന്നത്. നോക്കാം. അതൊക്കെ കുറേയൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണല്ലോ, എന്താണ് സംഭവിക്കുക നമുക്ക് അനുഭവങ്ങളായിട്ട് നേരിട്ട് വന്നിട്ടില്ല. എന്തായാലും കാണാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ സെർച്ച് നോക്കുക ഇവിടുത്തെ സേഫ്റ്റിനെ കുറിച്ച്, അപ്പോൾ അറിയാം ബാക്കി കാര്യമൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നാളെ ഇവിടുന്ന് നമ്മൾ മൗണ്ട് ഹാഗനിൽ തിരിച്ച് പോർട്ട് മൊറസ് ബേ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പോകും. ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലൈറ്റ് വേണം കേട്ടോ. അടിപൊളി. ഇത് ഏത് ഫ്ലൈറ്റാണത്? എയർ PNG ആണെന്ന് തോന്നുന്നു. എയർ PNG ആണ്. ഇവിടെ 2 ഫ്ലൈറ്റ് ഉണ്ട്. ഒന്ന് എയർ നുഗ്നി എന്ന് പറയും, 2 എയർ PNG. ഈ എയർ PNG എപ്പോഴും ഇവിടെ എല്ലാ ഫ്ലൈറ്റും ക്യാൻസലാണ് ഏത് നേരവും. നമുക്കിപ്പോൾ അവിടെ ചെന്ന് നാളെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയില്ലെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, അവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ. ചില സമയത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാലും അവർ ഇറക്കി വിടും, ഫ്ലൈറ്റിന് ഇല്ലയെന്ന് പറയും. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ എയർ PNG ആണെന്നാണ് പറയണത്. എയർ ന്യൂഗിനി പിന്നെയും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, ഉള്ളതിൽ ഭേദം എന്ന രീതിയിൽ അതും കണക്കാണ്. പക്ഷേ എയർ ന്യൂഗിനി റേറ്റ് കൂടുതലാണ് എപ്പോഴും. നമുക്കിപ്പോൾ പോകാനായിട്ട് 17 രൂപ 18 രൂപ റേറ്റ് വരും. പക്ഷേ എയർ PNG ആണെങ്കിൽ 10,000 രൂപക്കൊക്കെ പോകാം. പക്ഷേ അത് പോകില്ലെന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അതാണ് അവസ്ഥ. യെസ്, ഹലോ. യെസ്, ഇവിടുത്തെ ചേച്ചിമാരൊക്കെ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ ഞാൻ വിസയുടെ ഡീറ്റെയിൽസ് പറയാം. വിസ എങ്ങനെ കിട്ടി, എന്തൊക്കെ സംഭവിച്ചു, വിസ എടുക്കാൻ കുറേ വള്ളി വന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, ബൈ.